ഹായ് ഫ്രണ്ട്സ്, ഇത് വവ്വാലൊന്നുമല്ല കേട്ടോ, മീനാണ്. ഇത് നമ്മുടെ നാട്ടിൽ പറയുന്നത് ക്ലാത്തി മീൻ എന്നാണ് കേട്ടോ. ഈ ക്ലാത്തി മീൻ ഉണക്കയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പം എന്തായാലും അതിൻ്റെ തലയൊക്കെ വെട്ടി മാറ്റാൻ വേണ്ടി ഇച്ചിരി കട്ടിയുള്ള തലയായതുകൊണ്ട് തന്നെ ഇത്തിരി ടഫാണ് കേട്ടോ. നമുക്കൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി തന്നെ. പിന്നെ അതിൻ്റെ വാലൊക്കെ ഇത് കഷ്ടപ്പെട്ട് മുറിച്ചെടുത്ത് വൃത്തിയാക്കി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് എല്ലാം കൂടെ വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് കഴുകി 4-5 വട്ടമായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കണം. എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്കൊരു സാധനം വേണം കേട്ടോ ഇടാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് സവാളയും അതേപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഇട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പ് വേണമല്ലോ. അപ്പോൾ തേങ്ങയും അതേപോലെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ മുളക് പൊടിയൊക്കെ ചേർക്കാൻ. അതും ഇട്ടതിന് ശേഷം ഒരു കുറച്ച് ഉലുവാപ്പൊടി, ഇത് ഇത്രയും മതി കേട്ടോ, ഒത്തിരി ആവാൻ പാടില്ല. അത്ര ഇട്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ വാളംപുളിയും കൂടെ ഇട്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇടുക. കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് നമുക്ക് മഷി പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഇതുപോലെ കിട്ടും കേട്ടോ. അത് നേരെ നമ്മുടെ ആ മീനിലോട്ട് അങ്ങ് ഒഴിക്കുക കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ലാത്തി അടിച്ച് അങ്ങ് എല്ലാം കൂടെ ഇട്ടൊന്ന് കലക്കി പറക്കി ഒന്നും കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് തിള വരുന്നത് പോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് അടച്ചൊക്കെ വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം തിള വന്നിട്ട് നമുക്കിത് നമ്മുടെ എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് അത് ആ മീനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇരിക്കും നമ്മുടെ മീൻ കറി റെഡിയാണ് കേട്ടോ. അപ്പം ക്ലാത്തി മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.